150 നിലയുള്ളതിൻ്റെ മേലെ അങ്ങനെ കയറാൻ കഴിയുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. എത്ര ഉണ്ട്? അത് കേവലം ഒരു സ്പൈഡർമാൻ സിനിമയൊന്നുമല്ല. അങ്ങനത്തെ കഴിവുള്ള ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എങ്ങനെ കയറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ വളരെ അത്രയും നല്ല മർമർ കല്ലുകൾ, അതിൻ്റെ മേലാണ് ഇവർ എന്ത് ചെയ്യുക? ഉടുമ്പ് കയറുമ്പോൾ കയറും. അങ്ങനത്തെ മനുഷ്യന്മാർ, അത് ലോക്കൽ മനുഷ്യന്മാർ, ഇത് ചോദിച്ചു. പിന്നെ അവർക്ക് എങ്ങനെ ഒരു മതിൽ പരിഹാരമാകുക? അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇത് മതിലല്ല, ഒരു കൽമതിൽ ഒരിക്കലുമല്ല. വഅദു റബ്ബി, അള്ളാഹുവിൻ്റെ ആ വഅദിൽ എത്തിക്കഴിഞ്ഞാൽ ജഅലഹു ദക്കാ, അള്ളാഹ് പൂർണ്ണമായി പൊട്ടിക്കും. ജഅലഹു ആരാണ് പിന്നെ തകർക്കുക? അള്ളാഹ് തകർക്കും. കാരണം ഇവിടുത്തെ യജൂജ് മഅജൂജ് വരേണ്ടതുണ്ട്. ജഅലഹു ദക്കാ, അതങ്ങനെ തകർക്കും. വകാന വഅദു റബ്ബി ഹഖ്ഖ, അത് വരുന്ന ഒരു ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുക? മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എന്നിട്ട് ഒഴുകും. അപ്പോൾ ഇതിൻ്റെ വേറൊരു പോയിന്റ് കൂടി ഉണ്ടായിരിക്കും. തിരിഞ്ഞിട്ടില്ല. ദുൽഖർനൈൻ അടക്കുന്നത് ഒരു പോർട്ടലല്ലേ? അപ്പോൾ ഈ പോർട്ടലിന് ഇത് സെൻട്രൽ പോർട്ടലായിരിക്കും. അത് പൊട്ടിയാൽ പിന്നെ എല്ലാ കുന്നുമലും വാതിലുറക്കും. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടില്ല, തഖുമു സഅത തുഖാതിലു തുർക കഅന്ന വജൂഹുൽ മജാനുൽ മുതറഖ നിഅലുഹും അശ്ശാർ. നിങ്ങൾ തുർക്കികളോട് യുദ്ധം ചെയ്യുന്നതുവരെ ലോകാവസാനം ഉണ്ടാവുകയില്ല. കഅന്ന വജൂഹുൽ മജാനുൽ മുതറഖ, അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ അത് തോലുറയിൽ ഇടപെട്ട പരിച പോലെയായിരിക്കും. നിഅലുഹും അശ്ശാർ, അവരുടെ ചെരുപ്പുകളാകട്ടെ മൂടികളായിരിക്കും, രോമങ്ങളായിരിക്കും. അവരോട് യുദ്ധം ചെയ്യാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുണ്യ റസൂൽ. വലിയ ദുരന്തം വരുന്ന ഒരു ഉദാഹരണങ്ങൾ. പക്ഷേ ഈ ഹദീസ് സംഭവിക്കുന്നത് AD 13-ാം നൂറ്റാണ്ടിലാണ്, 12-13 നൂറ്റാണ്ടുകളിൽ. പരക്കെ അത് അറിയപ്പെട്ടില്ല, മനസ്സിലായില്ല. അറിയപ്പെട്ടവർ ചില വലിയ കശ്ഫിൻ്റെ ആളുകളുണ്ടാവും. അവർ അതിന് പറഞ്ഞു കൊടുക്കില്ല. എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കില്ല? 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അതപ്പോൾ പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാവില്ല. പിന്നെ നടക്കേണ്ട തഖ്ദീർ നടക്കും വേണം. നടക്കേണ്ട തഖ്ദീർ നടക്കണമല്ലോ. ഫാൾ ഓഫ് ബഗ്ദാദ് വരുന്നത് 1258. അതാണ് ഫാൾ ഓഫ് ബഗ്ദാദിൻ്റെ വർഷം. ഫാൾ ഓഫ് ബഗ്ദാദിൽ എന്താ ഉണ്ടായത്? ചില്ലറ ദിവസം കൊണ്ട് 10 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ ബഗ്ദാദിൽ കൊന്നു. അതാണ് ഫാൾ ഓഫ് ബഗ്ദാദ്. അതായത് അറിയപ്പെട്ട ചരിത്രം, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തായിരിക്കും വിഷയം. 1258 ഫെബ്രുവരിയുടെ തുടക്കം. കൊന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തകർത്തു. മുസ്ലിമീങ്ങളുടെ മയ്യത്ത് കൊണ്ടും നടക്കാൻ പറ്റാതെ. അതാണ് ഫാൾ ഓഫ് ബഗ്ദാദ്. പിന്നെ ബഗ്ദാദ് എണീറ്റിട്ടില്ല. ആരാണ് കാരണക്കാരൻ? ഖലീഫ. ചെങ്കിസ് ഖാനെയും ഹുലാ ഖാനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിങ്ങൾ ശത്രുക്കളല്ല. അവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ചെങ്കിസ് ഖാൻ്റെ ശത്രു അടിസ്ഥാനപരമായി ചൈനയാണ്. ചൈനക്കാർ മംഗോളിയക്കാർ അടിമകളാക്കും, എന്നിട്ട് പല പണിയും ചെയ്യിപ്പിക്കും. അപ്പോൾ അടിമയായി ജീവിച്ച ആളാണ് ആര്? ചെങ്കിസ് ഖാൻ. അയാൾ പിന്നെ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചിട്ട്, മംഗോളിയയിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് ചൈനയെ ഒതുക്കാൻ വരിക. കാരണം ഈ അടിമത്തെ ഇനി ഞങ്ങൾക്ക് പേറാനാവില്ല. അങ്ങനെ ചെങ്കിസ് ഖാൻ വരുന്നത്. ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു ശക്ത സമൂഹമായ എല്ലാ കാലത്തും. ഒരു ശക്ത സമൂഹം. അതേസമയത്ത് എന്നാൽ ശക്ത സമൂഹമാണെങ്കിൽ പോലും പാഠം പഠിച്ചിട്ടുണ്ട്. ചെങ്കിസ് ഖാൻ നിന്നൊക്കെ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഒരു വല്ലാതെ കളിക്കൂല. ഇപ്പം നിലവിലുള്ള സന്ദർഭത്തിൽ ഇറാൻ്റെ വലിയ തോഴനായി കണക്കാക്കപ്പെടുന്ന ആണ് ചൈന. പക്ഷെ ചൈന ഇതിൽ ഇടപെട്ടില്ല. ഒന്നിലും ഇടപെടില്ല. ചൈന ഒന്നിലും ഇടപെടുമെന്ന് ആരും വിചാരിക്കണ്ട. ചൈന പഠിച്ചിട്ടുണ്ട്. ചെങ്കിസ് ഖാൻ്റെ ചൈനക്ക് വലിയ പാടാണ്.
അവരുടെ കാര്യത്തിൽ അവർ നല്ല പവറുള്ള സമൂഹം എന്നല്ലാതെ പുറത്തേക്ക് അവർ വല്ലാതെ പോവില്ല. ഇന്ത്യയും അവരും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. അതിന് അടിസ്ഥാനമായി അവർ അതിർത്തിയാണ്. ചൈന അവരെന്ന് സഹായിക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ഒന്ന് വേറെയും പ്രശ്നങ്ങൾ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരെ ഇടപെടാമല്ലോ, പക്ഷേ ഇടപെടുന്നില്ലല്ലോ. എന്തുകൊണ്ട്? വളരെ കൃത്യമായ ചില എഗ്രിമെൻറ്റുകൾ ഉണ്ടാവും. ലാസ്റ്റ് വരുമ്പോൾ ആ ഭാഗത്തേക്കൊന്ന് വരികയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചൈനയെ മംഗോളിയക്കാർ എന്ത് ചെയ്തു? ചെങ്കിസ് ഖാൻ ചൈനയെ ആക്രമിച്ചു, ചൈനയെ അവർ പിടിച്ചടക്കി. പിന്നെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള അധികാരം തരണം എന്ന് പറഞ്ഞ് ചെങ്കിസ് ഖാൻ ഒരു ദൂതനെ അയച്ചു അബ്ബാസി ഖലീഫയിലേക്ക്. പക്ഷെ ഖലീഫ അന്ന് നിറഞ്ഞിക്കണ കാല. ഖലീഫ എന്ത് പറഞ്ഞു? ഞങ്ങളോട് കച്ചവടം ചെയ്യാൻ നമുക്ക് നിങ്ങളൊക്കെ ആരാ എന്ന് പറഞ്ഞിട്ട് ദൂതനെ കൊന്നു. അത് ദുരന്താണ്, തെറ്റാണ്. ഖലീഫ ചെയ്ത തെറ്റാ. ചെങ്കിസ് ഖാൻ കയറി. AD 12-13 നൂറ്റാണ്ട് മുസ്ലിം ലോകത്ത് വന്ന ദുരന്തത്തിന് കണക്കില്ല. ഈ തുർക്ക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അവരാരാണ്? ഈ മംഗോളിയക്കാർ. കാരണം മംഗോളിയക്കാർ അടിസ്ഥാനപരമായി തുർക്ക് വംശജരാണ്. അവർ ചെരുപ്പ് രോമായിരിക്കും. കറക്റ്റാണ്. കാരണം തണുപ്പ് കൂടിയ രാജ്യമാണ് ഏത്? മംഗോളിയ. അപ്പോൾ ഒരു രോമം കൊണ്ടാണ് എന്ത് ചെയ്യുക? ചെരുപ്പുണ്ടാക്കുക. രോമം കിട്ട് പൊതിയും മുഖം കിട്ട് കുറച്ച് വിടർന്നൊരു മുഖമാണ് അവരുടെ മുഖം. അപ്പോൾ ഏതുപോലെ ഉണ്ടാവും? ഒരു പരിച, ഒരു തോലുറയിൽ ഇട്ട പരിച പോലെ ഉണ്ടാവും അവരുടെ മുഖം. കറക്റ്റ് മംഗോളിയക്കാരാണ് പറഞ്ഞത്. എന്നിട്ടും മുസ്ലിം ലോകം തകർന്നുപോയി പുണ്യ റസൂൽ പറഞ്ഞിട്ട്. എന്തുകൊണ്ട്? ആരൊക്കെ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ല. പിന്നെ മനസ്സിലാക്കിയ ആളുകളുണ്ടാവും, അതിൽ വല്ലാതെ ഇടപെടില്ല. എന്തുകൊണ്ട്? തഖ്ദീർ നടക്കുന്നത്. ആ തഖ്ദീർ ആവശ്യമായിരിക്കും എന്നൊരു പരിധി വിട്ടൊരു അഹങ്കാരത്തിലാണ് നിൽക്കുന്നത്. തിരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അറിയുന്ന ഔലിയാക്കൾ ലോകത്തുണ്ടാവും. ഒരു മിണ്ടൂല. ഒന്നും അവർ മിണ്ടിയെ സ്വീകരിക്കൂല. 2, അഹങ്കാരത്തിൽ നിൽക്കുന്ന ഒരു ജനത തകരൽ ആവശ്യമാണ്. അത് നമ്മൾ തന്നെ ആയാലും നമ്മളും തകരണം. തകരും ചെയ്യും, ഉറപ്പിടകരും. അതിന് പല വഴികളുണ്ടായേക്കാം. വഴികൾ എന്താണെങ്കിലും ആ വഴി ഒരു തഖ്ദീറാണ്. നട്ടപ്പാതിര തറാവീഹ് കഴിഞ്ഞിട്ട് ആണും പെണ്ണും കൂടി ഉപ്പിലിട്ടത് മറ്റേതിട്ട് ഇങ്ങോട്ട് എന്താണ്? എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ അതാണ് പരിപാടി. ഒരു ആഘോഷം. ഇതൊരു ജനത തകരാനുള്ള സമയത്തിന് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ജനതയെ അല്ലാഹു തആല നിലനിൽക്കാൻ വിടൂല. ആ നിലനിൽക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 തലമുറയൊക്കെ നിലനിൽക്കാം. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 25 കൊല്ലാണ്. ഒരു നൂറ്റാണ്ടിൽ 4 തലമുറ ഉണ്ടാവുക. അതാണ് കോമൺ കണക്ക്. ഒരു സൊസൈറ്റിയുടെ പ്രിഫേസിൽ ഒരു വ്യക്തി ഉണ്ടാകുക 25 കൊല്ലം. കുട്ടിക്കാലം പരിഗണിക്കപ്പെടില്ല, വൃദ്ധകാലം പരിഗണിക്കപ്പെടില്ല. അപ്പോൾ അതാണ് ഒരു തലമുറ. ഒരു തലമുറയെ സൊസൈറ്റി പരിചയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അയാളെ നിരമ്പരിശാക്കിയിട്ട് അവിടെ കിടക്കും. ഇപ്പം നമ്മളെ നാട്ടിൽ പല കാലത്ത് അറിയപ്പെട്ട എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇപ്പോൾ കാണാനില്ല. ഒരു മരിച്ചിട്ടുമില്ല, പക്ഷെ അവരെ നിഷ്കാസനം ചെയ്യപ്പെട്ടു സൊസൈറ്റിയുടെ മുന്നിൽ നിന്ന് പല കാരണങ്ങളാൽ. ഒന്ന് വാർദ്ധക്യമാകുമ്പോൾ സ്വാഭാവികമായും അവരെ സൈഡിലാക്കും. സൊസൈറ്റിക്ക് വേണ്ടത് എപ്പോഴും നല്ല ഹെൽത്ത്ഫുള്ളായ ആളുകളെയാണ്. അവർ നൂറ്റാണ്ടിൽ 4 തലമുറ വരും. അപ്പോൾ ഈ കളി ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പം ഗൾഫിലുണ്ട് ഈ കളി. എങ്ങനെ? ഏറ്റവും കൂടുതൽ തിന്മയും തമ്മാടിത്തരം നടക്കൽ റമദാൻ മാസത്തിലാണ്. ആണോ? അല്ലേ? ആണ്. ആ ജനതയെ അല്ലാഹു തആല വല്ലാതെ വിടൂല. അവരെന്തുകൊണ്ട് അറിയപ്പെട്ടാലും വേണ്ടില്ല. ഖുർആൻ കൊണ്ട് അറിയപ്പെട്ടാലും അവർ ഖുർആൻ ഫൈറ്റ് നടത്തിയാലും എന്തൊക്കെ ഹോളി ഖുർആൻ ഫംഗ്ഷൻ നടത്തിയാലും എല്ലാം നടത്തിയാലും അതൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് ആവശ്യം ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ഒരു മധ്യമായ നിലയിൽ മനുഷ്യന്മാർ ജീവിക്കലാണ്. ഒരു ഭാഗത്ത് നമ്മൾ പേരും കള്ളുകൂടി നടത്താം, മറ്റേ ഭാഗത്ത് നമ്മൾ പേരും ഖുർആനോത്ത് നടത്താമെങ്കിൽ അതൊന്നും സംതുലനം ചെയ്യപ്പെടില്ല.
ആ സൊസൈറ്റിക്ക് നിലനിൽക്കാൻ അവകാശം ഉണ്ടാവില്ല. അപ്പോൾ എന്നതുപോലെ ഇപ്പം ആ ഹദീസ് തഖ്ദീറാണത്. ആ തഖ്ദീർ നടന്നേ തീരൂ. ഇപ്പം ഇതിന് സെക്കൻഡ് സ്റ്റേജ്, ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു സെക്കൻഡ് സ്റ്റേജ് അറിയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ടാവും. അവർക്കത് മുണ്ടാൻ പറ്റില്ല, മുണ്ടിൽ സ്വീകരിക്കില്ല. ചിലപ്പോൾ അവരുടെ സ്വകാര്യക്കാരോട് പറയും, ഇനി വരാൻ പോകണം അങ്ങനെയൊക്കെയാണ്, നോക്കിക്കോന്ന് പറയും. അങ്ങനെ തന്നെ സംഭവിക്കും. ആ പറഞ്ഞത് മനസ്സിലാവില്ല, സാധാരണക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ കൊറോണ നടക്കുന്ന സമയത്ത്, കൊറോണ വരുന്ന 2020 മാർച്ച് മാസം ലോക്ക്ഡൗണൊക്കെ വരുന്നത്. 2019 എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, 2019 ജൂൺ ജൂലൈ അങ്ങനെയൊക്കെ ആ സമയത്ത് ഞാൻ ദിവസം ഇവിടെ മുറ്റത്ത് വിമാനം വന്ന് ഇറങ്ങുക, ആളുകളുണ്ട് ഇറങ്ങുക, സോപ്പിട്ട് കൈ കഴുകുക, അകത്ത് കയറുക, ഇത് ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. എൻ്റെ ഉമ്മ പലവട്ടം പറഞ്ഞു. അവർ ദാക്കിറത്തായ ഉമ്മയാണ്. അപ്പോൾ അവർക്കത് അള്ളാഹു തആല ഇശാറത്ത് കൊടുത്താണ്. 4 മണി കഴിയുന്ന വെച്ചാൽ നേരം ഉണ്ടാവില്ല, അപ്പം ബിസ്മില്ലാത്തൊരു നേരം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കും. ആ തൗഫീഖ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, നടക്കേണ്ട വിമാനം വന്നിട്ട് നമ്മൾ മുറ്റത്തിൻ്റെ ഇറങ്ങുക. ഇതെന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഏത് മനുഷ്യന്മാരും എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ സാനിറ്റൈസറും മനസ്സിലായില്ല. ഇതാണല്ലോ പിന്നെ ഉണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്ന ആളുകളുണ്ടാവും. അറിയുന്ന ആളുകളത് പറയൂല, പറഞ്ഞാൽ സ്വീകരിക്കൂല. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പിടുത്തം കിട്ടൂല. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ നടത്തുന്നതും ഒരു ഗവേഷണമാണ്. ഈ ഗവേഷണം അനിവാര്യമായ ഗവേഷണമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ വാതിൽ തുറക്കണം. ചില കാര്യങ്ങൾ പറയുമ്പോഴൊന്നും അത് നമ്മളെ മനസ്സങ്ങോട്ട് തൃപ്തിപ്പെടില്ല. അതാണെന്ന് തോന്നണില്ല എന്നെ പറയും. അതാണെന്ന് തോന്നണില്ല. പണ്ട് കാലത്ത് തന്നെ ഞാൻ പറഞ്ഞ പല വയറിലും ഞാനാണ് പറയുന്നല്ലാതെ അത് കിതാബിൽ കണ്ടത് പറയണം. പക്ഷെ മനസ്സിൽ തോന്നും അതാണെന്ന് തോന്നണില്ല, ഞാൻ പറയാനോട് പറ്റൂല. ഇപ്പം ഏകദേശം ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ യജൂജ് മജൂജൊക്കെ പറഞ്ഞത് 2007 യജൂജ് മജൂജിൻ്റെ ക്ലാസ് അല്ലത് പിന്നീട് വരും. ആ ഭാഗത്തേക്ക് പിന്നീട് വരും. പക്ഷെ അതിലേക്ക് ഒരു ബന്ധമുണ്ട് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്നെ എന്താ പറയുന്നത്, ഒരു ഗവേഷണം നടത്തുക. ആ ഗവേഷണം കൊണ്ട് പഠിക്കുന്നവർക്ക് ഇനിയും പഠിക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷയഖനിയാണ്. ഇതുകൊണ്ടൊന്നും ദീനിൻ്റെ അഹ്കാമിനൊരു പ്രശ്നവും ഇല്ലതാണ്. ഇതിൻ്റെ അഹ്കാമിന് പ്രശ്നമില്ല, ഒന്നുമില്ല. പിന്നെ പറഞ്ഞവർ മുഴുവൻ ഞാൻ ഇപ്പം ഇന്നലെ പറഞ്ഞു, ദുൽഖർനൈൻ ആരാണെന്ന് കൃത്യമാക്കിയത് എല്ലാം തെറ്റാണ്. അത് ചിലപ്പോൾ ദസ്സായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ അറിവിൻ്റെ പരിമിതി. ഇതിപ്പം പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ ഇയാളുടെ ഖുർആൻ പരിഭാഷ നമ്മൾ അമാനി മൗലവി, ഞാൻ ഇതേ വീക്ഷണം തന്നെയാണ് അമാനി മൗലവി 2 വീക്ഷണം പറയുന്നുണ്ട്. ദുൽഖർനൈൻ ഒന്നിരിക്കൽ അലക്സാണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സൈറസ് ആയിരിക്കും എന്നതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ദുൽഖർനൈൻ അവർ കൃത്യമാക്കുന്നോടത്ത് ഇതെന്നെ പറയുന്നുണ്ട്. ആരും മൗദൂദ് സാഹിബിൻ്റെ തഫീമുൽ ഖുർആൻ അതിലും അങ്ങനെയുണ്ട്. ദുൽഖർനൈൻ ഒന്നിരിക്കൽ സൈറസ് ആയിരിക്കാം, സൈറസ് ആവാനാണ് സാധ്യത. പൂർവ്വകാല ചരിത്രങ്ങൾക്ക് തെളിയിക്കുന്ന കെട്ട് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു. നോഷർവാൻ്റെ കാലം ക്രിസ്താബ്ദം പറഞ്ഞിട്ട് അതിന് മുമ്പ് തന്നെ ആ കെട്ടുള്ളതായി പൂർവ്വചരിത്രം അറിയാൻ സാധിക്കുന്നു. ഇസ്കന്ദർ ആണത് നിർമ്മിച്ചതെന്ന് അഭിപ്രായക്കാരുണ്ട്. അലക്സാണ്ടർ അവിടെ ഞാൻ പറയുന്നത് എന്താ പറയുക, അലക്സാണ്ടർ കെട്ട് നിർമ്മിച്ചിരിക്കാം, പക്ഷെ ആ കെട്ട് ഇക്കട്ടായിക്കൊള്ളുന്നില്ല. ഒന്ന്, ഇനി അലക്സാണ്ടർ ഈ പറഞ്ഞ ആൾ ഒരു കാരണവശാലും അലക്സാണ്ടർ അല്ല. എന്തുകൊണ്ട്? ഈ പറഞ്ഞ ആൾ ആരെപ്പറ്റ പറയുന്നത്? റബ്ബ്. കാലമാ മക്കന്നി ഫിഹി റബ്ബി ഫൈദാ ജാഅ വഅദു റബ്ബി. അത് അലക്സാണ്ടർ പറയില്ല. പിന്നെ ഇതിൽ പറയുന്നത് സൈറസ് ആണെന്നും അഭിപ്രായമുണ്ട്. സൈറസ് അഗ്നി ആരാധകനാണ്. സൈറസ് ഏകദേശം 5-ാം നൂറ്റാണ്ടൊക്കെ ആയിരിക്കും സൈറസിൻ്റെ കാലം. BC AD BC.
അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്രകാരം ഇനി ഇതൊന്നും ഞാൻ അമാനി മൗലവിയുടെ ഖുർആൻ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ധരിച്ച് എന്താണെന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ അത് നമ്മളെ തഫ്സീറുകളിൽ മണ്ടത്തരം എഴുതി വെച്ചെന്ന് ഇതിപ്പോൾ ഇന്നലത്തെ എൻ്റെ പ്രഭാഷണം കേട്ട് ഞാൻ ആരും പറയണ്ട. അല്ല, സുന്നികളെ തഫ്സീറിൽ മണ്ടത്തരമാണ് എഴുതി വെച്ചതെന്ന് പറയേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായില്ല? അപ്പം തഫ്സീറുകളിൽ പലയിടത്തും എന്ത് കാണുന്നുണ്ട്, അത് അലക്സാണ്ടർ ആണെന്ന് കാണുന്നുണ്ട് എന്ന് അത് അവരുടെ മാത്രം പ്രശ്നമല്ല. അമാനി മൗലവി ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. മുജാഹിദ് വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാനമാണ് എന്ത് ഈ കാണുന്ന അമാനി മൗലവി വ്യാഖ്യാനം. അവരത് പരീക്ഷയ്ക്ക് വരെ കൊടുക്കുന്നു, അവരൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്നു ഒക്കെ. അവരും ഇതന്നെയാണ് എഴുതിയത്. ഒന്നിരിക്കലും അലക്സാണ്ടർ ആയിരിക്കും അല്ലെങ്കിൽ സൈറസ് ആയിരിക്കും. ഇത് രണ്ടാകാനും ന്യായമില്ല. എന്തുകൊണ്ട്? അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ 100% സാത്താനിസ്റ്റാണ്, പിശാചിനാരാധകനാണ്. സൈറസ് അഗ്നി ആരാധകനുമാണ്. അപ്പം ഇത് ഞാനിത് ഇന്നിവിടെ ഇങ്ങനെ കാണിക്കാനുള്ള കാരണവും അതാണ്. ഇപ്പം ഇന്നലത്തെ വ്യാഖ്യാനത്തിൽ ഞാൻ എന്ത് പറഞ്ഞു, വ്യാഖ്യാനങ്ങളിലൊക്കെ കാണുന്നത് അലക്സാണ്ടറോ സൈറസോ ആണ്, അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം ഇതിൻ്റെ ഇനി ഭാഗം മുറിച്ചെടുക്കും. ഇത് മുറിച്ചെടുത്തിട്ട് എന്ത് പറയും, സുന്നി തഫ്സീറുകളൊക്കെ തെറ്റാന്ന് കാസിം എന്നെ പറഞ്ഞല്ലോ എന്ന് പറയും. അത് പറയണ്ട. ഞാനിതിൽ അദ്ദേഹത്തെ കുറ്റവും പറയണില്ല. ആ കാലത്ത് കിട്ടാവുന്നതിൻ്റെ പരമാവധി ആയിരിക്കും ആ വിവരം. പക്ഷെ ഇത് തെറ്റാണ്, സംഗതി തെറ്റാണ്. അതിൽ സുന്നി മുജാഹിദ് എന്നും വ്യത്യാസമില്ലാതെ തെറ്റുകൾ സംബന്ധിച്ച്. ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം, ഇമാമിങ്ങൾ എഴുതി വെച്ചതായിക്കൊള്ളണമെന്നില്ല. അത് ഇമാമികൾക്ക് ശേഷം കടത്തിക്കൂട്ടിയതാണ്. ഇതേതായാലും കടത്തിക്കൂട്ടിയതല്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദസ് അങ്ങനെ തന്നെ പകർത്തി. മനസ്സിലായില്ല? ചരിത്രങ്ങൾ അവിടെ എഴുതി വെച്ച ആ കിതാബിൽ കണ്ടതിനാണ് പകർത്തി, ബുദ്ധിപരമായി ഞാൻ ആലോചിച്ചില്ല. അപ്പം ഇത് സുന്നി മുജാഹിദ് എന്ന പേരിൽ നാളെ നമ്മൾ തമ്മിൽ പറയേണ്ട ഒരു വിഷയമല്ല. അവരുടെ പരിമിതമായ അറിവ് അല്ലെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങളിൽ ഇസ്രായേലിയത്തിൻ്റെ കൈകടത്തലുകൾ ഉണ്ടായി. ഞാൻ വേറൊരു വ്യാഖ്യാനം പറയുന്നത് എന്തെന്നാൽ, ദുൽഖർനൈൻ എന്ന വ്യക്തി ഈ ദുൽഖർനൈൻ എന്ന വ്യക്തി ചിലപ്പോൾ ഇങ്ങനെയുമാകാം. ക്രോസ് വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ 2 വർഗങ്ങൾ തമ്മിലുള്ള വിവാഹത്തിൽ ഉണ്ടായ കുട്ടി, ഈ കുട്ടിക്ക് പവർ കൂടും. അതിന് പുറത്ത് ആ കുട്ടി വലിയും കൂടായ ഭയങ്കരമായിരിക്കും. ഉദാഹരണം പറയാം, ക്രോസ് വെഡിങ്ങിൽ അങ്ങനെ ഉദാഹരണം പറയാം, ടൈഗറും ലയണും കൂടിയിട്ട് എണ്ണ ചേർന്നിട്ട് കുട്ടി ഉണ്ടായതിനാണ് ലൈഗർ എന്ന് പറയും. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. ടൈഗറും ലയണും, കടുവയും സിംഹവും കൂടിയിട്ട് എണ്ണ ചേരും. അതിൽ കുട്ടി ജനിച്ചാൽ അതിന് ലൈഗർ എന്ന് പറയും. അതായത് ടൈഗറും അല്ല ലയണും അല്ല. അപ്പോൾ അതിന് ലൈഗർ, അതിന് ഭയങ്കര കരുത്താണ്. ലയണും അതിനെ പേടിയാണ്, ടൈഗറും അതിനെ പേടിയാണ്. അതാണ് ക്രോസ് വെഡിങ്. ഈ ക്രോസ് വെഡിങ് മനുഷ്യരിലും വരും. ഉദാഹരണം പറയാം, ഇത് റൂഹൽ ബയാനാണ്. ഇതിപ്പോൾ കിതാബ് ഇപ്പോൾ ബിൽഖീസിനെ പറയുന്നിടത്ത് എന്ത് പറയുന്നറിയോ, അത് ക്രോസ് വെഡിങ് ആണ്. ബിൽഖീസിൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറുള്ള ആളായിരുന്നു. അപ്പോൾ ബാപ്പാൻ്റെ വാപ്പ ഈ കുട്ടിക്ക് പിന്നെ പ്രായപൂർത്തിയായി യുവാവായപ്പോൾ അതിന് പറ്റിയ ഒരു പെണ്ണിനെ കിട്ടിയില്ല. അങ്ങനെ പല രാജാക്കന്മാരും ഒരു വലിയ ചക്രവർത്തിമാരാണ്, നല്ലൊരു എണ്ണ പറ്റിയില്ല. അങ്ങനെ എണ്ണ കിട്ടാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഇത് റൂഹൽ ബയാനുണ്ട് ഈ സംഭവം, ഇബ്നു കസീറിലുണ്ട്, റൂഹൽ ബയാൻ പല കിതാബിലുണ്ട്. അതായത് ബിൽഖീസിനെ പറ്റി പറയുന്ന ഒരു സൂറത്തുൽ നംലിൽ ബിൽഖീസിനെ പറ്റി പറയുന്നിടത്ത് അത് ക്രോസ് വെഡിങ് ആണ് എന്ന് പല മുഫസ്സിറുകൾക്ക് അഭിപ്രായമുണ്ട്, പലരും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിൽഖീസിൻ്റെ ബാപ്പ അതിസുന്ദരനും അതിശക്തനുമായിരുന്നു. ബാപ്പാൻ്റെ ബാപ്പ ഈ മകൻ യുവാവായപ്പോൾ ആ മകന് പറ്റിയൊരു പെണ്ണിട്ടില്ല. ജിന്നി, അപ്പോൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. മനസ്സിലാണ്ടോ പറഞ്ഞത്? അങ്ങനെ അതിൻ്റെയൊക്കെ സാധ്യതകളുണ്ട്. അതിൻ്റെ ഹുക്കുമല്ല ചോദിക്കുന്നത്, സാധ്യതകളുണ്ട്. ഹുക്കുമല്ല എൻ്റെ വിഷയം, സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അപ്പോൾ പിന്നെ അതിലുണ്ടായ കുട്ടിയാണ് ആര്? ബിൽഖീസ്. അതുകൊണ്ട് അത്തരം ആളുകൾ അത് ക്രോസ് വെഡിങ് ആകുമ്പം അതിന് ഒരു മികവ് കൂടും. ഒരു വലിയ ജനതയെ ഓളാണ് ഭരിക്കുകയാണ്.
ഓനെല്ലാവരും ഓക്കെ സുജൂദ് ചെയ്യാണ്. കാരണം അങ്ങനത്തെ കഴിവുണ്ടാവും അവൾക്ക്. മനസ്സിലാണ്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. 2, ഇപ്പൊ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനിലും ഒരേ സമയത്ത് സാധ്യതയുള്ളൊരു വ്യക്തിയാകാം. അത്രേ ഉള്ളൂ കേട്ടോ. നീ മഹിമ പറയരുത്, എന്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്, ആണ് എന്ന് പറയരുത്. അതൊരു ഗവേഷണമാണ്. ആകാം ദുൽഖർനൈൻ ആരാണ് ഈ ആൾ അറിയൂല. ഈ ആൾ 2 നൂറ്റാണ്ട് ജീവിച്ചു എന്നത് ന്യായമല്ല. ഈ മനുഷ്യൻ 2 കൊമ്പുണ്ടായിരുന്നു, തെറ്റാണ്. അങ്ങനത്തെ ഒരു കൊമ്പില്ല. മനസ്സിലാവണ്ട പറഞ്ഞത്. പിന്നെ അപ്പൊ എന്തായിരിക്കാം ഇതിന് ഇങ്ങനെയുള്ള കഴിവ്? ഈ 2 ഡയമെൻഷന് ഒരേ സമയത്ത് ആക്സസ് ഉണ്ടാവും ഈ വ്യക്തിക്ക്. 2 ഡയമെൻഷൻ ഒരേ സമയത്ത് ആക്സസ് ഉണ്ടാവും. എന്നാൽ മനുഷ്യനുമായിരിക്കും. പ്യൂർ മനുഷ്യൻ എന്നാൽ പ്യൂറല്ല എന്ന് പറയണ്ട. അപാരമായ കഴിവ്. ഇതല്ലാത്ത മനുഷ്യനുണ്ടാവുമല്ലോ. ഇതല്ലാത്ത ഒരു മനുഷ്യൻ, അത് മറ്റൊരു ഡയമെൻഷനുമായി നിന്ന് പിറക്കാത്ത മനുഷ്യന് തന്നെ മറ്റൊരു ഡയമെൻഷൻ കിടക്കാവുന്ന ആളുകളില്ലേ? ഹബീബ റസൂലുള്ളാഹ്. ഇന്നലെ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇത് ഖിൽഖത്തിൽ തന്നെ അങ്ങനെ ആയിരിക്കാം ദുൽഖർനൈൻ. 2 ഡയമെൻഷൻ. അപ്പൊ ക്രോസ് വെഡിങ് ആയിരിക്കാം ഒരു പക്ഷെ. അതുകൊണ്ടായിരിക്കാം അങ്ങനെയും അങ്ങനെയും ആവാം. ഒരു പഠനം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു മനുഷ്യ സ്ത്രീയും ഒരു മനുഷ്യനായ പുരുഷനും കൂടി ഉണ്ടായ കുട്ടിയാണെങ്കിലും ഈ പറയുന്ന തെറ്റൊന്നുമില്ല. ഞാൻ ദുൽഖർനൈൻ എന്ന പദത്തെ നോക്കുകയാണ്. ഒരു പക്ഷെ അങ്ങനെയാകാം. ഈ വ്യക്തിയെക്കുറിച്ച് ചരിത്രത്തിൽ കൃത്യത വരുത്തിയിട്ടില്ല. അതിൽ ഞാൻ അന്വേഷണത്തിലാണ്. എവിടുന്നെങ്കിലും കിട്ടിയ ഞങ്ങളോട് പറയും ചെയ്യും. അന്വേഷണം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയാ, ചിലപ്പോൾ അതുകൊണ്ടും ഈ പേര് വന്നതാകാം, അങ്ങനെയും ആകാം. അപ്പൊ ചുരുക്കത്തിൽ അതാണ്. ഇനിയിപ്പോ പറയുന്നത് മതിലാണ്. മതിൽ മനസ്സിലായില്ല. പിന്നെ ഒരു ജനത്തിൻ്റെ അടുത്ത് ഒരു സമൂഹത്തിൻ്റെ അടുത്തെത്തി. എങ്ങനെയാണ് ആയത്ത്? എങ്ങനെയാണ് ആയത്ത്? മുസാഫിർക്ക് ഒരു കുട്ടി വേഗം 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 ഒരു മിനിറ്റ് കൊണ്ട് എടുക്കുക. അവിടെ പറയുന്നിടത്ത് حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു ജനത്തിൻ്റെ അടുത്തെത്തി. 2 സദ്ദിൻ്റെ അടുക്കൽ. സദ് എന്ന് പറഞ്ഞാൽ ഒരു ബാരിയർ ആയിരിക്കും. 2 അതിർത്തികൾ. മലയാണെന്ന് പറഞ്ഞിട്ടില്ല, സദ്ദാന്ന് പറഞ്ഞത്. തിരിഞ്ഞിട്ടില്ല. സദ് എന്ന് പറഞ്ഞാൽ ഒരു ബാരിയറിന് സദ് എന്ന് പറയും. ഒരു കാര്യത്തിന് ഒരു അതിർത്തി. ആ അതിർത്തിക്ക് അവിടെ സദ് എന്ന് പറയും. സദ്ദിന് നമുക്ക് മല എന്ന് അർത്ഥം വെച്ചതാണ്. അല്ലെങ്കിൽ ബൈനൽ ജബലൈനി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജബൽ അള്ളാഹു തആലക്ക് അറിയാത്ത ഭാഷയൊന്നുമല്ലല്ലോ. ബൈനൽ ജബലൈനി എന്നല്ല, ബൈനൽ സദ്ദൈനി എന്നാണ്. ഈ സദ്ദിനെ ഒരു കാലത്ത് മുഫസ്സിറുകൾ ജബലിന്ന് വ്യാഖ്യാനിച്ചു. ഇന്നങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാതിരുന്നാൽ നമുക്ക് വലിയൊരു ലോകം തുറന്നിട്ടു. 2 പേജറായിരിക്കും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പോൾ അതിനിടയിലുള്ള ഇതൊരു പോർട്ടലായിരിക്കും. ഈ പോർട്ടൽ കാണപ്പെട്ടതായിക്കൊള്ളണം എന്നുമില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പോർട്ടൽ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻസിന് ഇടയിലുള്ള ഒരു കണക്ഷനാണ് പോർട്ടൽ. ആ കണക്ഷനിലൂടെ എന്ത് ചെയ്യാന്നറിയോ? ആ 2 ഡയമെൻഷനിലുള്ള കണക്ഷനാണ് പോർട്ടൽ. ഉദാഹരണം പറയാം, നിങ്ങളുടെ ഫോണിന് ഒരു പരിധി ഉണ്ട്. ആ പരിധി എന്താണെന്നറിയോ? ഈ ഫോണും സാറ്റലൈറ്റും തമ്മിലുള്ള ഒരു കണക്ഷനാണല്ലോ
ഒരു പോർട്ടലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കണക്ട് ചെയ്താൽ അവിടെ എത്തണം. അവിടെ എത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഒരു മനസ്സിലായില്ല, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു അതിന് കവാടമെന്ന് പറയാം. ആ കവാടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കവാടം ആയിക്കോളന്നില്ല, ഒരു വാതിലൊന്നും ആയിക്കോളണമെന്നില്ല. അത് ഒരു ആക്സസ്, മനസ്സിലായില്ല, ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു ആക്സസ്. അപ്പം 2 ഡയമെൻഷൻസിന് ഇടയിലുള്ള ആക്സസ് ആയിരിക്കാം അത്. ശ്രദ്ധ അതിൻ്റെ പരിധിയായിരിക്കും. അപ്പോൾ മറ്റൊരു ഡയമെൻഷനുള്ള ജീവികൾക്ക് ഇവരിലേക്ക് എത്തിച്ചേരാനുള്ളൊരു പോർട്ടലായിരിക്കാം ഇത്. ആ പോർട്ടലിനൊരു പരിധി ഉണ്ടാവും, അതടച്ചു, അങ്ങനെ അർത്ഥം വെക്കാം. എന്തുകൊണ്ട്? മതിലിന് ഒരു കാലത്ത് ഞാൻ പുതിയ വ്യാഖ്യാനം പറയാം. മതില് എന്നത് ഒരു കാലത്തും ഒരു പ്രവേശനത്തെ തടയില്ല. ഞാൻ എല്ലാ ദിവസവും രാത്രി ഗേറ്റ് അടക്കണം ഞാനാ എൻ്റെ വരിയിൽ. മനസ്സിലായില്ല, എൻ്റെ വീട്ടിൽ ലാസ്റ്റ് ഗേറ്റ് അടക്കണം ഞാനാ. ഗേറ്റ് അടച്ചാൽ ഗേറ്റിന് 2 അവസ്ഥ ഉണ്ട്. ഒന്ന്, ആ മേലുണ്ടല്ലോ ഒരു കുൽഫി, അങ്ങനെ ഉണ്ടാക്കിയിട്ടാൽ പട്ടി കയറൂല, പക്ഷെ ഇങ്ങനെ ആക്കിയിട്ടാ മനുഷ്യന് കയറും. ഇത് 2 വീട്ടിലും ഗേറ്റ് അടക്കണം ഞാനൊന്നും കൂടി ഗേറ്റ് അടക്കും. ഞാൻ കുട്ടികൾ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒന്നുകൂടി ഗേറ്റ് അടക്കും. പോയിട്ട് ഒന്ന് നോക്കൂ, എന്ത് മേലത്തെ കുൽഫി മാത്രമേ ചിലപ്പോൾ കുട്ടികൾ ഇട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അടി കൂടത്തെ മറ്റേ എന്താ പറയുക, ഓടാമ്പലും കൊണ്ടിടും. അപ്പോൾ ഇത് ഏകദേശ ധാരണയാണ്. എന്ത് ലോക്കാണോ? ഒരു പിന്നെ മതിൽ ലോക്കാകണമെങ്കിൽ, മതിലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ മതിൽ ആകാശം മുട്ട കെട്ടണം. ഇത് മതിലേറെ ഇവിടുന്ന് ആളുകൾ നിന്ന് കെട്ടിയതാണല്ലോ. മതിലിന് അന്ന് കെട്ടിയപ്പോൾ ചൂടുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ ചൂടാറൂലേ. ഇന്നലെ നോമ്പറക്കൽ നേരത്തെ ഒരു കൂട്ടക്കാർ എനിക്കൊരു പിന്നെ ചായ തന്നു. ഞാൻ കുറച്ച് ദൂരെ. അപ്പോൾ ഒറ്റ അങ്ങനെ കിട്ടിയ ധാരണ വേഗം കിട്ടിയപ്പോൾ എന്തെങ്കിലും വെള്ളം കിട്ടണമല്ലോ. ഞാൻ നാട്ടിലല്ല, പുറത്താണ്. അപ്പോൾ കിട്ടണത് കുടിക്കാണല്ലോ. അപ്പോൾ തൊള്ളിക്കട വെക്കണോട് കൂടെ എന്തായി? തൊള്ളപുള്ളി. ഇന്നലെ ഉണ്ടായിരുന്ന സംഭവം. അപ്പോൾ അത് കുറച്ച് നേരം വെച്ചു. പിന്നെ ബാക്കിയുള്ള പല സാധനങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ പിന്നെ ഇത് ഒരു കുഴപ്പമില്ല. അത് കുടിക്കുകയും ചെയ്തു. അത് പൂർത്തിയായി കുടിച്ചിട്ടാണ് ഞാനവിടുന്ന് പോകുന്നത്. അപ്പോൾ ദുൽഖർനൈനെ കെട്ടിയപ്പോൾ ഒക്കെ ഭയങ്കര ചൂടുണ്ടായിരുന്നെങ്കിലും ചൂടാറുമല്ലോ. അപ്പം ചൂട് അല്ല ഇവിടെ പ്രശ്നം, എന്തും അല്ല. മതിൽ കൊണ്ട് ഒരു ജനത്തെ ഒരിക്കലും തീർക്കാൻ കഴിയില്ല. ഇപ്പം മംഗോളിയൻ ആക്രമണത്തിൽ നിന്ന് ചൈനയെ തടയാൻ വേണ്ടിയിട്ടാണ്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, BC ചൈന വൻമതിൽ ഗ്രേറ്റ് വാൾ ഉണ്ടാക്കിയതാണെന്നാണ്. എന്നിട്ട് എന്തുണ്ടായത്? മംഗോളിയക്കാരത് കാര്യം പറഞ്ഞു, അടിമകളാക്കി. ഇല്ലെങ്കിൽ പിന്നെ എവിടേക്ക് കെട്ടണം? അതോട് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു മതില് ഒരു സമൂഹത്തിനെ അതും ഭയങ്കര പ്രശ്നക്കാരാണ്. ഒരു മാന്യനാണെങ്കിൽ ഇപ്പം നിങ്ങളിൻ്റെ പേരിൽ വന്നിട്ട് ഓടാമ്പലിട്ടിക്കണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകും. ഓരെന്തോ സ്വകാര്യമാണ്. അപ്പോൾ നമ്മളിപ്പം ഇല്ലെങ്കിൽ മേലത്തെ കുറ്റി മാത്രമല്ലേ ഇടുകയുള്ളൂ. അടിത്തോണി ഇട്ടെങ്കിൽ ഉറപ്പിക്കാം. എന്ത് നമ്മൾ പണി വരുന്നവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ പിന്നെ വീട്ടിലാണ്, പിന്നെ എന്താണ് നിങ്ങളും ഭാര്യയും ഒറ്റക്കാണ്. അപ്പോൾ എന്തിന് ഒരാൾ, ഞാൻ തന്നെ അല്ലെങ്കിൽ കുടുംബക്കാരൻ്റെ വീട്ടിലേക്ക് വന്നാൽ അടുത്ത വീട്ടുകാരൻ വന്നു, പുറത്തുനിന്ന് ചെരുപ്പൊന്നും കാണാനില്ല, വാതിലുള്ളിൽ നടക്കുകയും ചെയ്തിരിക്കുന്നത് എങ്കിൽ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്ത് പോകും. എന്തുകൊണ്ട്? ഓലെ സ്വകാര്യതകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇടപെടേണ്ട. പിന്നെ അവിടെ കോളിംഗ് ബെല്ല് അടിക്കുന്നവൻ അമാന്യന. അപ്പോൾ ഭർത്താവ് 4 കൊല്ലമായിട്ട് ആദ്യം വന്നതാണ്. അപ്പോൾ അവർ സ്വകാര്യതയിലായിരിക്കും. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് മാന്യന്മാർ ചെയ്യില്ല. പക്ഷേ ഇത് മുഫ്സിദുനഫില്ലി ഇവർ മാന്യന്മാരും അല്ലല്ലോ. പിന്നെ ഇവർക്ക് കയറി മറിഞ്ഞാൽ, അപ്പം കയറി മറിഞ്ഞാലും പ്രശ്നമില്ല, കയറി മറിയും ചെയ്യാലോ. ഒരു മതിലും ഒരു സമൂഹത്തെയും തടുക്കാൻ ന്യായമല്ല. അത് ഈ ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല.
നിങ്ങളിൻ്റെ കൂടെ അല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തല്ല? മതിലല്ല. നമ്മൾ കണ്ട ഈ ഫിസിക്കലി എന്തല്ല സ്റ്റോൺസ്, ഈ കല്ലൊന്നും കിട്ടിയ മതിലേ അല്ല. അത് അന്നും അത് ബുദ്ധിക്ക് യോജിക്കൂല, ഇന്നും അത് ബുദ്ധിക്ക് യോജിക്കൂല. പിന്നെ അന്നത്തിൽ അതിൽ ചോദ്യങ്ങൾ ഉണ്ടായില്ല. എന്തുകൊണ്ട്? അത് നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്. അവരത് വിശ്വസിച്ചു പോന്നു. ഏതോ ഒരു മതിൽ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സഹാബികൾ ചിലർ ചെന്ന് നോക്കി എന്നൊക്കെയുള്ള ചില താരീഖുകളുണ്ട്. ചെന്ന് നോക്കും. എന്തുകൊണ്ട്? ഖുർആനിൽ പറയപ്പെട്ട മതിലാണെങ്കിൽ ഒന്ന് കാണാലോ. എന്നിട്ട് അത് അവരുടെ അവസാനത്തെ തീരുമാനമല്ല. ഈ വാള് ഏതാണെന്ന് പോലും മുഫസ്സിറുകൾക്ക് പൂർണ്ണമായ അഭിപ്രായമല്ല. ഈ മതിൽ ഏതാണ് എന്ന് ഞാനിവിടെ കൃത്യമായി നിങ്ങളോട് പറയാണ്. ഒരിക്കലും ഒരു മതിൽ ഒരു സമൂഹത്തെ തടയാനുള്ള ഒരു വഴി അല്ല, ഒരിക്കലും അല്ല. അതൊരിക്കലും അല്ല. എന്തുകൊണ്ട്? അവർക്ക് കയറി അതിനിപ്പോൾ പൊട്ടണോ? മതിൽ പൊട്ടണോ നിങ്ങൾക്ക് ചാടാൻ? മതി കയറി മതിയാ പോലെ. ഇപ്പം നമ്മൾ പറയാം 25 മീറ്റർ ഉണ്ടാവും കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽ. എന്നിട്ടോ കരിമറിയില്ലേ? എന്താണ്? അത്രയും വലിപ്പമല്ലല്ലോ ഈ മതിൽ. പറയും മനുഷ്യന്മാരെ, വിയ്യൂര്, കണ്ണൂർ സെൻട്രൽ ജയിൽ, കോഴിക്കോട് പുതിയറ ജയിൽ, ഇതിൻ്റെയൊക്കെ മതിലെത്ര വലിപ്പം. എന്നിട്ടോ കള്ളന്മാരെന്ത് ചെയ്യും? ആ കള്ളന്മാർ കയറി മറിയും. ഏത് കള്ളന്മാർ? ലോക്കൽ കള്ളന്മാർ. ഇത് ഖുർആനിൽ പറഞ്ഞ മുഫസ്സിരീങ്ങളാ. അപ്പൊ ഓരോ കഴിവെത്ര എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ഓൻ ജയിലി അടിയാണ്. ജയിലിൽ എങ്ങനെ ചാടില്? പിന്നെ ബാതിൽക്ക് കൂടി ഗേറ്റ് കൂടി വരിക അല്ല. ഓരെന്ത് ചെയ്യും? ഈ 25, 35, 50 മീറ്റർ ആണെങ്കിലും ഇവരെന്ത് ചെയ്യും? കയറി മറിയും. എന്ത് 150 നിലയുള്ളതിൻ്റെ മേലെ കയറാൻ, അങ്ങനെ കയറാൻ കഴിയുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എത്ര ഉണ്ട്? അത് കേവലം ഒരു സ്പൈഡർമാൻ സിനിമയൊന്നുമല്ല. അങ്ങനത്തെ കഴിവുള്ള ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എങ്ങനെ കയറുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ വളരെ അത്രയും നല്ല മർമർ കല്ലുകൾ, അതിൻ്റെ മേലാണ് ഇവരെന്ത് ചെയ്യുക? ഉടുമ്പ് കയറുമ്പോൾ കയറും. അങ്ങനത്തെ മനുഷ്യന്മാർ, അത് ലോക്കൽ മനുഷ്യന്മാർ. ഇത് ചോദിച്ചു പിന്നെ അവർക്ക് എങ്ങനെ ഒരു മതിൽ പരിഹാരമാകുക? അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇത് മതിലല്ല, ഒരു കൽമതിൽ ഒരിക്കലുമല്ല. മതിൽ മനസ്സിലായില്ല പറഞ്ഞത്. മതിൽ എന്ന് പറഞ്ഞിട്ടുമില്ല, മല എന്ന് പറഞ്ഞിട്ടില്ല, സദ് എന്ന് പറഞ്ഞു. സദ് എന്ന് പറഞ്ഞാൽ ബാരിയറാണ്. അത് മലയാകാം, മല അല്ലാത്തതാകാം, ഒരു അതിർത്തിയാണത്. മനസ്സിലാണ്ടോ? അപ്പൊ മതിൽ എന്ന് പറഞ്ഞാൽ, മതിൽ എന്നാൽ പോർട്ടറിൻ്റെ ആ പോർട്ടൽ അടക്കലാണത്. പോർട്ടലിൻ്റെ അടക്കുക. ആ പോർട്ടൽ അടക്കുമ്പോൾ ആ പോർട്ടൽ വഴിയാണ് ഈ എന്ത് ചെയ്യുക? അവരിങ്ങോട്ട് വരിക. യൂറോപ്പ് ഇതിലേക്കൊരു ആക്സസ് ആണെങ്കിൽ പോലും ഒരു നിലക്ക് ഇത് യൂറോപ്യന്മാരുമല്ല, അവർ വേറൊരു വർക്കാണ്. അത് മറ്റൊരു ഡയമെൻഷനിലുള്ളൊരു വർക്കായിരിക്കും. ആ വർഗം അത്രയും നശീകരണത്തിൻ്റെ ആളുകളുമായിരിക്കും. അവർ ഈ പോർട്ടൽ വഴി വരും. എല്ലാ വഴിക്കും വരാൻ കഴിയില്ല. അപ്പൊ അന്തരീക്ഷത്തിൻ്റെ കവാടങ്ങളെ എല്ലാ വേദവും പറയുന്നുണ്ട്. എല്ലാ വേദങ്ങളും കവാടങ്ങളെ പറയുന്നുണ്ട്. എല്ലാ വേദങ്ങളിലുണ്ട് സംഭവം. കവാടങ്ങളെ പറയാത്ത മുകളിലേക്ക് കവാടങ്ങൾ, അതാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് കവാടങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഏകദേശ വേദഗ്രന്ഥങ്ങളിലെല്ലാം മുകളിലേക്കുള്ള കവാടങ്ങൾ, മുകളിൽ നിന്നല്ല, ഒരു ഡയമെൻഷൻ നിന്ന് മറ്റൊന്നിലേക്ക്, ഭൂമിയിൽ നിന്ന് മറ്റൊന്നിലേക്കൊരു കവാടം. ഇപ്പൊ ഭൂമിയിൽ നിന്നൊരു കവാടം, ഇതിനെ ബാബൻ ഭൂമിയിൽ നിന്നൊരു ഒരു വാതിൽ എന്തിനാ നടക്കുന്നത്? ഒക്കെ ലോകല്ലേ, എന്തിനാ വാതിൽ? എന്നാ അതിനെന്തുണ്ടാവും? ഒരു പോർട്ടൽ ഉണ്ടാവും. മനസ്സിലായില്ല? അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ, ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോവില്ല, അവരിങ്ങോട്ട് ഇറങ്ങി വരും. അവരങ്ങനത്തെ നശീകരണവാദികളാണ്. ഞാൻ ഇഷ്ടം പോലെ തെളിവുകൾ കാണിച്ചു തരാം. ഇന്ന് അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇപ്പൊ ഈ
ഇത്രയും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇത് പോർട്ടലുകളാകും. എന്താ പോർട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആക്സസിനാണ് ഇവിടെ എന്ത് പറയുക, പോർട്ടലുകൾ. ആ പോർട്ടലിനെ അടച്ചതാകാം. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പൊട്ടും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് പൊട്ടി. ഫുതിഹ മിൻ റദ്മി യഅജൂജ വമഅജൂജ മിസ്ല ഹാദാ, ഇത്ര പൊട്ടിയിട്ടുണ്ട് റസൂൽ പറഞ്ഞു. അപ്പോൾ ചോർച്ച വന്നു റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ. റസൂലുള്ളാഹി 7-ാം നൂറ്റാണ്ടിൽ പൊട്ടി. ഒരിക്കൽ രാത്രി ഒരു സമയത്ത് ഹബീബ് റസൂൽ ഉറങ്ങുന്നതിന് എണീറ്റ് പറഞ്ഞു, ഇതാ ഫുതിഹ മിൻ യഅജൂജ, ഇതാ നാശം 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 നാശം, വലിയ നാശം വരാൻ പോവുകയാണ്. ഫുതിഹ മിൻ റദ്മി യഅജൂജ വമഅജൂജ, യഅജൂജ് മഅജൂജിന്റെ അവിടെ റസൂലുള്ളാഹി പറഞ്ഞ റദ്മ് എന്നുള്ള വാക്കാണ്. ഒരു തടയൽ. ആ തടയലിൻ്റെ അവിടെ എന്തുണ്ട്, പൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പൊട്ട് വന്നിട്ടുണ്ട്. അപ്പം രണ്ട് കാര്യം മനസ്സിലാക്കാം. അപ്പം ഈ മതിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകുക കുറഞ്ഞ കാലമായിരിക്കും. ഒന്ന് ബിഫോർ ദുൽഖർനൈൻ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാരിയറും ഇല്ല. ആഫ്റ്റർ റസൂലുള്ളാഹി ബാരിയറില്ല, തിരിഞ്ഞിട്ടില്ല. അതായത് ദുൽഖർനൈന് മുമ്പ് ഈ സമൂഹത്തിന് മനുഷ്യർക്കിടയിലേക്ക് ആക്സസ് ഉണ്ടാവും. റസൂലുള്ളാഹിക്ക് ശേഷം ഉണ്ടാവും. കുറഞ്ഞ കാലമാണ് നിലനിന്നത്. ഈ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ പോർട്ടൽ അടച്ചത് നിലനിൽക്കുന്നത് കുറഞ്ഞ കാലമാണ്. ഈ കുറഞ്ഞത് കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറഞ്ഞ കൂട്ടുമൊക്കെ ചെയ്യാം. ദുൽഖർനൈൻ BC 5000-ലാണെങ്കിൽ 5600 കൊല്ലം. അപ്പൊ ലോകം ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ നിലനിൽക്കുന്ന ലോകത്തിൽ ഈ ഭൂമിയിലേക്ക് ഈ ആളുകൾക്ക് ആക്സസ് കിട്ടാത്ത കാലഘട്ടം ദുൽഖർനൈൻ മുതൽ ആര് വരെയാണ്? റസൂൽ വരെ. റസൂൽ അങ്ങനത്തെ പൊട്ടി നോയഞ്ഞേറ്റം തുടങ്ങി. മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ എന്നൊരു ആയത്തുണ്ടല്ലോ മക്കളെ. ആയത്തെവിടെ നോക്കി. മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ ആയത്തെവിടെ നോക്ക്. അൽ-കഹ്ഫിലല്ല. ഫുതിഹത്ത് യഅജൂജ് വമഅജൂജ് ഓ മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ അങ്ങനെ ആയത്തുണ്ട്. കണ്ടില്ലേ? ഏതാ സുഹൃത്ത്? അംബിയ കൊണ്ട് എത്രാമത്തെ ആയത്താ? 96. എവിടെയാണ്? ഹത്താ ഇദാ ഫുതിഹത്ത് യഅജൂജ് വമഅജൂജ്, യഅജൂജ് മഅജൂജ് തുറക്കപ്പെട്ടാൽ ഓ മിൻ കുല്ലി ഹദബിൻ എല്ലാ കുന്നുകളിലൂടെയും അവരെ ഒഴുക്കും. കുന്നുകളിലൂടെയും ഒഴുകും. അവരെ തുറക്കപ്പെട്ടാൽ അവർ കുന്നുകളിലൂടെ ഒരു സമയമുണ്ട്, അത് ഇപ്പോഴല്ല, തുറക്കപ്പെടുക, പൂർണ്ണമായാണ് തുറക്കപ്പെടുക. ഇപ്പോഴും അതിന് പരിധി ഉണ്ടാവും. ഇപ്പൊ പൊട്ടിയിട്ടുണ്ട്, പൊട്ടി വരുന്നുണ്ട്. ഇന്നൊരു സമയത്ത് തുറക്കപ്പെടും. അള്ളാന്റെ തഖ്ദീർ അവിടെ തന്നെ ദുൽഖർനൈൻ പറയുന്നുണ്ട്. എന്താണ് അവിടെ ദുൽഖർനൈൻ തന്നെ പറയുന്നുണ്ടല്ലോ. എന്ത് പറയുന്നുണ്ട്? പിന്നെ എന്താ പറയുന്നത്? എൻ്റെ റബ്ബിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ദുൽഖർനൈൻ തന്നെ പറയുന്നുണ്ടല്ലോ. ദുൽഖർനൈൻ തന്നെ അവിടെ പറയുന്നൊരു വാക്കില്ലേ, ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖ. അവിടെ എന്താണ് ആയത്ത്? എങ്ങനെ മോനെ? അങ്ങനെയല്ലേ? ഇത് അള്ളാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അത് അടച്ചത്. ഈ പോർട്ടൽ ഞാൻ അടച്ചിട്ടുള്ള അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാനല്ലേ ഫഇദാ ജാഅ വഅദു റബ്ബി, അള്ളാഹുവിന്റെ ആ വഅദ് എത്തിക്കഴിഞ്ഞാൽ ജഅലഹു ദക്കാ, അള്ളാഹ് പൂർണ്ണമായി പൊട്ടിക്കും. ജഅലഹു ആരാണ് പിന്നെ തകർക്കുക? അള്ളാഹ് തകർക്കും. കാരണം ഇവിടുത്തെ യഅജൂജ് മഅജൂജ് വരേണ്ടതുണ്ട്. ജഅലഹു ദക്കാ, അതങ്ങോട്ട് തകർക്കും. വകാന വഅദു റബ്ബി ഹഖ, അത് വരുന്നുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാകുക? മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ഇങ്ങോട്ട് ഒഴുകും.
അപ്പോൾ ഇതിലൊരു വേറൊരു പോയിന്റ് കൂടി ഉണ്ടായിരിക്കും, തിരിഞ്ഞിട്ടില്ല. ദുൽഖർനൈൻ അടക്കുന്നത് ഒരു പോർട്ടലല്ലേ. അപ്പോൾ ഈ പോർട്ടലിന് ഇത് സെൻട്രൽ പോർട്ടലായിരിക്കും. അത് പൊട്ടിയാൽ പിന്നെ എല്ലാ കുന്നുമ്മലും വാതിലുറക്കും, പോർട്ടലുറക്കും. തിരിഞ്ഞിട്ടില്ല. മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ ഉയർന്ന കുന്നുമ്മലൂടെയും അവർ ഇറങ്ങി വരും. മനസ്സിലായില്ല? ദുൽഖർനൈൻ എല്ലാ പോർട്ടലും അടച്ചു. ഒരുപാട് പോർട്ടൽ ദുൽഖർനൈൻ അടച്ചു എന്ന് കിതാബിലുണ്ടോ? ഇല്ല. ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ പോർട്ടൽ അടച്ചു, അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അതല്ലേ? ആ, പിന്നെ ഈ പോർട്ടൽ അടക്കൽ പോലും ദുൽഖർനൈൻ്റെ അഭിപ്രായമല്ല. ഈ അഭിപ്രായം കൊണ്ടുവരുന്ന ആരാ? നാട്ടവിടെയാണ് കണക്കാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവിടെ മിസ്റ്റേക്കുണ്ട നാട്ടിലേക്ക്. ഇവരും ദുൽഖർനൈൻ വരുമ്പോൾ എന്താ പറയണ്ടത്? ഇത് ഭയങ്കര ഇവർ ചിന്തിക്കണം. മൊയ്തീൻ ശേഖരനോട് പോയിട്ട് നിങ്ങൾ പിന്നെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ഇവിടെ നിന്ന് അടച്ചിരുന്നാലും അറിയണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, നമ്മൾ എന്താ ചെയ്യുക? ഇത് ദുൽഖർനൈന് ബലി മൊയ്തീൻ ശേഖരന് ബലി അങ്ങോട്ട് ഔലിയ പാപ്പയായി കൊടുത്തു. അപ്പൊ ബല ഭീഷണാണ് എന്ത്? തിരിഞ്ഞല്ല, ഇവരുടെ ഭീഷണാണ് എന്ത്? ഇത് അടച്ചാ പിന്നെ മറ്റൊരു വരൂല. അത് ദുൽഖർനൈന് ഭീഷണല്ല. ദുൽഖർനൈനെ അറിയാം ഇവർ വരാതെക്കൂല. പിന്നെ തൽക്കാലം ഒരു മുട്ടുശാന്തി ഓല് പറഞ്ഞ ഒരഭിപ്രായമല്ല. അവരെന്താ പറഞ്ഞത്? ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. നിങ്ങൾ ഞങ്ങൾക്കൊരു സദ് ഉണ്ടാക്കി തന്നാൽ, ഒരു അടവുണ്ടാക്കി തന്നാൽ പിന്നെ ഒരിക്കൽ വരാൻ കഴിയൂലല്ലോ. അപ്പോൾ പറഞ്ഞു അതിനൂരി ബിക്കു വന്ന പിന്നെ ഞങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചോളി, പൈസ ഒന്നും തരണ്ട. ഒക്കെ കാലം ആ മക്കന്നി ഇതാരും അഭിപ്രായമല്ല. ഇവിടെ അള്ളാഹു തആലക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്ത്? അവിടെ ചെന്നപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർ ഒന്ന് പറഞ്ഞു. അതിന് നമുക്ക് ഇങ്ങനെ ഒരു അടവുണ്ട്. ദുൽഖറിനെ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് വരെ പൊട്ടാൻ അള്ളാഹ് വഹിക്കില്ല. ഇത് അടക്കൽ ആരഭിപ്രായമല്ല. അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽ പ്രധാനിയായ മഹാനാണ് ആര്? ദുൽഖർനൈൻ്റെ അഭിപ്രായമല്ല, ഇത് അവരുടെ അഭിപ്രായമാണ്. അപ്പൊ ആ നാട്ടുകാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇവിടെ രണ്ട് കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇത് സെൻട്രൽ പോർട്ടലായിരിക്കും. ഇന്ന് വരെ ആ സെൻട്രൽ പോർട്ടലിന്റെ സെന്റർ പൊട്ടിയിട്ടുണ്ടാവില്ല. ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്തിനുണ്ട്? ഒരു സെന്റർ ഉണ്ടാവും, മർമ്മം. ആ മർമ്മം പൊട്ടിയാൽ മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ. നമ്മളെ ഈ ഖുർആന്റെ കുന്നത്ത് കൂടെ ഒക്കെ കണ്ടു വരും. മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ ഉയർന്ന സ്ഥാനങ്ങളിലും അവരുണ്ട് ഒഴുകും പുറത്തേക്ക്. അപ്പോൾ ദുൽഖർനൈൻ ഒരു മർമ്മപ്പെട്ട ഒരു പോർട്ടലാണ് എന്ത് ചെയ്തത്? അടച്ച്. ഒരു മർമ്മപ്പെട്ട പോർട്ടൽ അടച്ചു. അവരുടെ എല്ലാം ഉദാഹരണം പറയാം. ഈ നമ്മൾ ഈ കർഷകരെ എന്ത് ചെയ്യുന്നറിയോ? നെല്ലുണ്ടാക്കുമ്പോൾ ഈ വരമ്പിന് എന്ത് ചെയ്യുന്നറിയോ? മാട ഉണ്ടാവും, നീണ്ടുകൾ. ആ മാട എന്താണ്? അത് ചിലപ്പോൾ വേണമെങ്കിൽ വരമ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കൊണ്ട് പോയിട്ട് അവിടെയും വെള്ളം വരുന്നുണ്ടാവും, ഇവിടെയും വെള്ളം വരുന്നുണ്ടാവും, 3-4 സ്ഥലത്ത് വെള്ളം വരുന്നുണ്ടാവും. അതൊരൊറ്റ സ്ഥലത്ത് അടച്ചാൽ ബ്ലോക്കാവും. ഒറ്റ സ്ഥലത്ത് അടക്കണ്ടുള്ളൂ. അവിടെ ശരിക്ക് മണ്ണും എന്താ പറയുക, പിന്നെ മണ്ണ് പോരാ. കുറച്ച് പിന്നെ എൻ്റെ വാപ്പാനൊക്കെ മതം അനുസരിച്ച് പുല്ല് കൂട്ടാതെ ഞണ്ടിൻ്റെ മണ്ട അടക്കരുത്. കാരണം ഞണ്ട് പിന്നെയും കളിക്കും. അപ്പോൾ കുറച്ചു നേരം കൂടി നിലക്കണമെങ്കിൽ എന്ത് വേണം? ആ പുല്ലൊക്കെ കെട്ടിയിട്ട് ഒറ്റ അടവണ് അടച്ചാൽ പിന്നെ ഇതിന് ഒരുപാട് സ്ഥലത്തിലൂടെ ഈ വെള്ളം പുറത്തേക്ക് വരും. അത് എല്ലാം കൂടി അടക്കാൻ നിൽക്കണം. അവിടെ അടച്ചിട്ട് കാര്യമല്ല, ഒറ്റ സ്ഥലത്ത് അടച്ചാൽ മതി. സെൻട്രൽ പോർട്ടൽ അങ്ങനെ അടച്ചാൽ അടച്ചു വന്നു എന്നതുപോലെ ആയിരിക്കും. ഇനി ഇത് അള്ളാഹു തആല തന്നെ തുറന്നു വിടും. അപ്പോഴത്തിന് എന്ത് പൊട്ടും? അതാണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കൂടി അവർ വരും. അപ്പോൾ ഈ യജൂജ് മജൂജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമെൻഷനിലുള്ള സാധനം ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു വിഭാഗത്തിന് ഇവരോട് ആക്സസും ഉണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഈ ഭൂമിയിലെ ഒരു വർഗത്തിന് ഇവരുടെ ആക്സസ് ഉണ്ട്. ഇപ്പോഴുണ്ട്. മനസ്സിലാണ്? ഒരു വർഗത്തിന് ഇന്ന് അവരോട് വന്നിട്ടുണ്ട്. അവര് റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ അവർക്ക് എന്തായിട്ടുണ്ട്? ആ പോർട്ടൽ എന്തായിട്ടുണ്ട്? പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഫുത്തിഹത്ത് യജൂജ് മൗജൂജിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല.
മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ്റെ അവിടേക്കാണ് എത്തിയിട്ടില്ല, പക്ഷെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടി കൂടി ഇങ്ങനെ 1, 2, 3, 4 ഇടക്കിടക്ക് വരുന്നുണ്ടാവും. മനസ്സിലാണ്ട് പറഞ്ഞത്? അവരുമായി ബന്ധമുള്ളവർ ഇന്ന് ഭൂമിയിലുണ്ട് താനും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കവാടങ്ങളാകാൻ ഒരു സാധ്യതയും ഇല്ല. ഇപ്പൊ ഉദാഹരണം എന്താ പറയാം, അപ്പൊ ഹൈന്ദവ പുരാണത്തിൽ, മഹാഭാരത, പിന്നെ അതേപോലെ തന്നെ ഭാഗവതത്തിലെല്ലാം ദേവന്മാർ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന ദ്വാരങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് ഭാഗവതത്തിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, മഹാഭാരതത്തിലുണ്ട്. വിമാനത്തിനെ പറ്റി പറയുന്നുണ്ട്, മഹാഭാരതത്തിലൊക്കെ വിമാനങ്ങളെ പറ്റി പറയുന്നുണ്ട്. പുഷ്പക വിമാനത്തിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതെങ്ങനെയാണ് വന്നു. അതേപോലെ ഈ ആകാശവാതിലുകളെ പറ്റിയുള്ള ചർച്ച സുമേറിയൻ സംസ്കാരത്തിലുണ്ട്, മായൻ ഇൻകാ സിവിലൈസേഷനിലുണ്ട്. സിബാൽബ എന്ന ഒരു പേരിലുള്ള കവാടങ്ങൾ മറ്റു ലോകത്തുള്ള ജീവികൾക്ക് ഭൂലോകത്ത് പ്രവേശിക്കാതിനെ പറ്റി മായൻ ഇൻകാ സംസ്കാരത്തിലെ വേദങ്ങളിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനുള്ള അടയാളം കാണാം. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തേക്ക് എത്തുന്ന ഒരു പടവുണ്ടായിരുന്നു. ദൈവദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. ഉൽപ്പത്തി 28-ാം അധ്യായം 12-ാം വചനം. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഇത് ബൈബിളാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തേക്ക് എത്തുന്ന ഒരു പടവുണ്ടായിരുന്നു. അപ്പൊ പടവുകൾ, ദിൽ മആരിജ് എന്ന വാക്ക് ഖുർആനിലുണ്ടല്ലോ. മആരിജ് മആരിജിലുണ്ടല്ലോ, അത് ദിൽ മആരിജ്, പടവുകളുടെ ഉടമക്കാരൻ, കോണിപ്പടികൾ. എന്ന് അപ്പൊ ഈ വാതിലുകൾ എല്ലാവരും ഫതഹ്ന അലൈഹിം ബാബൻ മിനസ് സമായി ഫളല്ലു ഫീഹി യഅ്റുജൂൻ, വാതിൽ തുറന്നാൽ നിങ്ങൾക്കും കയറിപ്പോകാം. വലോ ഫതഹ്ന അലൈഹിം ബാബൻ മിനസ് സമായി ഫളല്ലു ഫീഹി യഅ്റുജൂൻ ലഖാലു ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മുസ്ഹറൂൻ. വാതിൽ തുറന്നാൽ നിങ്ങൾക്ക് കയറിപ്പോകാം. പടവുകളുണ്ട്, അവർ ഇങ്ങോട്ട് ഇറങ്ങി വരാം, മലക്കുകൾ ഇറങ്ങി വരും. അപ്പൊ പടവുകൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ദിൽ മആരിജ്, പടവുകളുടെ നാഥൻ.